ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ 5th എക്സസൈസിലെ 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ഇത് ശരിക്കും വായിച്ച് നോക്കുക. അത് മനസ്സിലാക്കിയ ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ എഴുതാം. എ വെഹിക്കിൾ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 43.2 കിലോമീറ്റേഴ്സ് ഇൻ 2.4 liters ഓഫ് പെട്രോൾ. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ഇറ്റ് കവർ ഇൻ 1 liter ഓഫ് പെട്രോൾ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വെഹിക്കിള് 2.4 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ യൂസ് ചെയ്തിട്ട് 23.2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ ഓഫ് പെട്രോളിന് എത്ര കിലോമീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 2.4 കിലോമീറ്റേഴ്സ് ഓഫ് പെട്രോൾ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. 43.2 kilometers. Therefore, distance covered in 1 liter of petrol എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? 43.2 kilometers divided by 2.4 ചെയ്യാം. 43.2 divided by 2.4 kilometers. നമുക്കിതിൽ ഡെസിമൽസ് എല്ലാം മാറ്റി എഴുതാം. 432 by 10 divided by 24 by 10 എന്ന് എഴുതാം. ഇനി നമുക്ക് 24/10 റെസിപ്രോക്കൽ എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 432/10 ഇൻറ്റു 10/24. ഈ 10ഉം ഈ 10ഉം കട്ട് ചെയ്യാം. ഇനി 432ഉം 24ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. 4ൽ 2 2 ടൈംസ്, 3ൽ 2 1 ടൈം, 1 ബാലൻസ്, 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്. നമുക്ക് 216/12 എന്ന് കിട്ടി. ഇനി ഇത് വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം. 2ൽ 2 1 ടൈം, 1ൽ 2 ഇല്ല, 0 എഴുതാം. 16ൽ 2 8 ടൈംസ്, 12ൽ 2 6 ടൈംസ്. ഇപ്പോൾ 108/6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും കട്ട് ചെയ്യാം. 10ൽ 2 5 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 6ൽ 2 3 ടൈംസ്. 54/3 എന്ന് കിട്ടി. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 5 + 4 9 ആണല്ലോ. 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 5ൽ 3 1 ടൈം, 2 ബാലൻസ്, 24ൽ 3 8 ടൈംസ്, 3ൽ 3 1 ടൈം. ഇപ്പോൾ നമ്മുടെ ആൻസർ 18 എന്നാണ്. അതായത് 18 കിലോമീറ്റേഴ്സ്. Distance covered in 1 liter of petrol is 18 kilometers. This is the required solution. പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ ഇതിനു മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണണം. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.